ഇപ്പോൾ CDയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ അസൈൻമെൻറ്റ് ട്രാക്കർ ഫുള്ള് ഡെഡ് ലൈന് മുന്നേ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്തു. എനിക്കിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കിട്ടുന്നുണ്ട്. ഹായ്, മൈ നെയിം ഇസ് ഹണി. ഐ എം ഫ്രം ആലപ്പുഴ. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രിയിൽ ഫിനാൻസ് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫീൽഡിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ അഡീഷണൽ സ്കില്ല് പഠിക്കാൻ നോർത്തു. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും ടോപ്പ് 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഞാൻ CDA സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഓൺലൈനിൽ എങ്ങനെയായിരിക്കും, എന്താ വല്ല പ്രശ്നം കാണുമോ, ഇനി റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും അയക്കുന്നത്, അതോ നമ്മളെ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ലേ എന്നൊക്കെ ഞാൻ പേടിച്ചിരുന്നു. പക്ഷേ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതുമായിട്ട് അങ്ങ് മിങ്കിൾഡായി. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതും പല പല സ്ഥലത്തുള്ള കൺട്രീസിലുള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ പല പല ഏജിലുള്ളവരായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിലും അവർ നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CDയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ അസൈൻമെൻറ്റ് ട്രാക്കർ ഫുള്ള് ഡെഡ് ലൈന് മുന്നേ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്തു. എനിക്കിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കീവേഡിൽ ഫസ്റ്റ് റാങ്ക് വന്നു. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായതും എൻ്റെ ഹാർഡ് വർക്കിന് ഒരു ബലം കണ്ടതും. ഓൺലൈൻ ചൂസ് ചെയ്തത് എനിക്ക് കുറച്ച് ലോങ് ആണ് ആലപ്പുഴയിൽ നിന്ന്. പിന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യം കൊണ്ട് ഞാൻ ഓൺലൈനാണ് ചൂസ് ചെയ്തത്. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ക്ലാസ് നല്ലതായതുകൊണ്ട് ഇപ്പം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഒരു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ഒരു നല്ലൊരു പൊസിഷൻ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നന്നായിട്ട് കുറച്ചും കൂടെ ക്ലയൻസിനെ ഒപ്പിക്കണം. പിന്നെ എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൂട്ടണം. അതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വന്നു. ഇത് ഞാൻ പ്ലേസ്മെൻറ്റ് ടീമിനോട്, അവരാണെങ്കിലും നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞെങ്കിലും അവർ നമ്മൾക്ക് എന്തെങ്കിലും പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് തരുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് അറിയിക്കുന്നതാണ്. അംബാസിഡേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കാളിലും കൂടുതൽ മാർക്കറ്റേഴ്സിനെ അതിൽ കാണാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലും അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എന്നും കാണും.